ചോറ് തിന്നതിന് ശേഷം എന്താണെന്നറിയില്ല എന്തെങ്കിലും കഴിക്കാൻ തോന്നി. അപ്പോൾ ആ മുന്തിരി കണ്ട് അതെടുത്ത് തിന്നിട്ടോ. പിന്നെ നമ്മൾ മുറ്റത്ത് കൂടെയൊക്കെ കുറച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് കുറച്ച് കണ്ടത്തിലൊക്കെ പോയി വന്നപ്പോഴാണ് നല്ലൊരു അടിപൊളി കൂണ് കിട്ടിയത്. 2 ദിവസം മുന്നേ അത് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മളത് ഒന്നും കൂടെ പോയി നോക്കിയതാണ്, ഉണ്ടായിട്ടുണ്ടോ നോക്കാൻ പോയതാണ്. അപ്പോൾ ഒന്ന് കിട്ടിയിട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ടോ. അതിൻ്റെ ഇടയിൽ മൾബറി ഉണ്ടായിട്ടുണ്ടോ, കുറച്ച് തോനെ കൂണ് കിട്ടിയാൽ നല്ലതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, ഒന്നോ രണ്ടോ ആടെയെങ്കിലും ഒക്കെ ഒന്നുണ്ടാവും. അപ്പോൾ നമ്മളത് എടുത്തും കണ്ട് പൊരിക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് വറ്റിച്ച് വെക്കും, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് അത് വറ്റിച്ചെടുത്തിട്ട് അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. നല്ല ടേസ്റ്റാണ് അങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെന്താ ഈ കൂണിൻ്റെ തോലൊക്കെ മുകൾ ഭാഗത്തുള്ള തോലില്ലേ, തോല് നമ്മൾ കളയൂട്ടോ. അത് കുറച്ച് മലന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ പുഴുവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കില്ല കേട്ടോ, അത് നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുക. അപ്പം ഇതിൻ്റെ ഒക്കെ പോക്കിയതിന് ശേഷം നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് നേരം വെള്ളം ഒഴിച്ചങ്ങോട്ട് അങ്ങനെ വെക്കും കേട്ടോ. ഒരു അരമണിക്കൂർ 1 മണിക്കൂറെങ്കിലും അങ്ങനെ വെക്കാറുണ്ട്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് വിശക്കുന്നു തോന്നിയപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ തോന്നി. അപ്പോൾ അതാ രാവിലത്തെ പത്തിരി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി കുറച്ച് ഇതുണ്ടായിരുന്നു, പത്തിരി കുഴച്ചതിൻ്റെ അത് ഉണ്ടാക്കി കണ്ടെടുത്തിട്ട് നമ്മൾ കല്ലിൻ്റെ അവിടെ വെച്ച് അടുപ്പില്ലേ അവിടെ വെച്ച് കണ്ട് ഉണക്കിയെടുത്തിരുന്നു കേട്ടോ. അത് പൊരിച്ച് തിന്നു.